നമ്മുടെ പേഴ്സണൽ കെയറിങ്ങിൽ പേഴ്സണൽ ഹൈജീൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളതിനു വേണ്ടി പല കാര്യങ്ങളും ഫോളോ ചെയ്യാറുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന 3 കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് തരുന്നത്. അതിനകത്ത് ഒന്നാമത്തെ കാര്യം നമ്മുടെ അണ്ടർ ആംസ് എങ്ങനെയാണ് ഹെൽത്തി ആയിട്ട് ഹൈജീനിക്കായിട്ട് കെയർ ചെയ്ത് കൊണ്ടുപോകേണ്ടത്. രണ്ടാമത്തെ കാര്യം നമ്മുടെ അണ്ടർ ആംസിലും നമ്മുടെ ഇൻറ്റിമേറ്റ് നമ്മുടെ പ്രൈവറ്റ് പാർട്സിലും നമ്മുടെ കഴുത്തിലൊക്കെ ഉണ്ടാകുന്ന സ്കിൻ ഡിസ്കളറേഷൻ എങ്ങനെ ഒഴിവാക്കാം. മൂന്നാമത്തെ കാര്യം നമ്മുടെ പ്രൈവറ്റ് ഏരിയ നമ്മുടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഏരിയ എങ്ങനെയാണ് ഹൈജീനായിട്ട് കെയർ ചെയ്യേണ്ടത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ മൊത്തത്തിൽ കണ്ട് മനസ്സിലാക്കുക. ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നമ്മുടെ പേഴ്സണൽ ഹൈജീൻ ഏറ്റവും എടുത്ത് കാണിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ബോഡി സ്മെല്ല്. നമ്മുടെ ബോഡി സ്മെല്ല് കൂടുതലും വരുന്നത് നമ്മുടെ അണ്ടർആം ഹൈജീനായിട്ടിരിക്കുന്ന അല്ലെന്നുണ്ടെങ്കിലാണ്. അതായത് നമ്മളിപ്പോൾ കുളിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ടല്ല നമ്മുടെ അണ്ടർആം ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുളി കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുന്ന സമയത്തും നമ്മുടെ ഒരു ബോഡിയിൽ നിന്ന് ബാഡ് സ്മെൽ ഉണ്ടാകുന്നതിന് കാരണവും. കൂടുതലും ഹൈജീൻ കുറവുള്ള ഒരാളുടെ അണ്ടർആമിലെ ഹെയറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു ഹെയറിൽ ഒരു വാക്സ് പോലത്തെ ഒരു മെഴുക് പോലത്തെ ഒരു സാധനം പറ്റി പിടിച്ചിട്ടുണ്ടാവും. ഇത് സ്ഥിരമായിട്ട് ഹൈജീൻ ഇല്ലാത്ത ഒരാളുടെ അണ്ടർആമിൽ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും നമ്മുടെ അണ്ടർആമിൽ നിന്ന് കൂടുതലായിട്ടുള്ള ബാഡ് സ്മെൽ ഉണ്ടാകുന്നതിന് കാരണവും. ഒപ്പം തന്നെ നമ്മുടെ അണ്ടർആമൊക്കെ ഡിസ്കളറേഷൻ വന്നിട്ട് സ്കിൻ ഡാർക്കായിട്ട് വരുന്നതിനും കാരണമാകുന്നതാണ്. അണ്ടർആം ക്ലീൻ ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് മാത്രം നമ്മുടെ അണ്ടർആം ക്ലീൻ ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ ഹാർഡ് ആയിട്ടുള്ള സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ അണ്ടർആം ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ റാഷസ് ഉണ്ടാകുന്നതിനും അതിൻ്റെ ഭാഗമായിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതിനും കാരണവും ഇത് നമ്മുടെ അണ്ടർആമിൽ കൂടുതൽ ഡിസ്കളറേഷൻ ഉണ്ടാകുന്നതിന് കാരണം. അതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അണ്ടർആം വാഷ് ചെയ്യാം. ഒപ്പം തന്നെ നമ്മുടെ അണ്ടർആമിലെ ഹെയർ റിമൂവ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ നിന്ന് കൂടുതലായിട്ടുള്ള ബാഡ് സ്മെൽ ഉണ്ടാകുന്നതായിരിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ അണ്ടർആമിൽ ഉണ്ടാകുന്ന ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസ് ബാക്ടീരിയാസ് ഇതൊക്കെ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് ബാഡ് സ്മെൽ ഉണ്ടാകാതിരിക്കുന്നതിനും കൂടുതൽ ഇൻഫ്ലമേഷൻ നമ്മുടെ അണ്ടർആമിൽ ഉണ്ടാകാതിരിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും. ഇനി രണ്ടാമത്തെ കാര്യം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡിസ്കളറേഷൻ. നമ്മുടെ നെക്കിൽ നമ്മുടെ അണ്ടർആമിൽ നമ്മുടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ പ്രൈവറ്റ് പാർട്സിലൊക്കെ ഡിസ്കളറേഷൻ നമ്മുടെ സ്കിന്ന് ഡാർക്കായിട്ട് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? നമ്മളിപ്പം നമ്മുടെ പ്രൈവറ്റ് പാർട്സോ നമ്മുടെ അണ്ടർആമൊക്കെ ഷേവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ആ ഒരു ഭാഗത്ത് സ്കിൻ ഡിസ്കളറേഷൻ അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുന്നതിന് കാരണം. ഇതെങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഷേവ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് സ്കിന്നിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവും. ഈ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു ഇൻഫ്ലമേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ സ്കിന്നിൽ നമ്മുടെ ബോഡി തന്നെ മെലാനിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഭാഗത്ത് നമുക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുന്നതിന് കാരണമാവും. ഇങ്ങനെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഡിസ്കളറേഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മളത് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് നിലവിൽ പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒപ്പം തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഇൻഗ്രോൺ ഹെയർ ഇൻഫ്ലമേഷനൊക്കെ ഒഴിവാക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന 2 പ്രോഡക്റ്റുകളാണ് സാൻഫയുടെ സ്പോട്ട്ലൈറ്റ് സ്ക്രബും സാൻഫയുടെ തന്നെ സ്പോട്ട്ലൈറ്റ് ക്രീമും. ഈ ഒരു സ്പോട്ട്ലൈറ്റ് സ്ക്രബ്ബർ നമ്മൾ ആഴ്ചയിൽ 2 തവണയാണ് യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു സ്ക്രബ്ബർ ലാക്റ്റിക് ആസിഡും ഷിയ ബട്ടറിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനാണ്. അതുകൊണ്ട് തന്നെ ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒഴിവാക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്നിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ള ഭാഗത്തേക്ക് ഇത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം അത് നമ്മൾ സ്ക്രബ് ചെയ്യുക. ഇങ്ങനെ സ്ക്രബ് ചെയ്തതിന് ശേഷം ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമ്മൾ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഈ ഒരു സ്ക്രബ്ബർ വാഷ് ചെയ്ത് കളയാം. നമ്മുടെ സ്കിന്നിൽ ഡിസ്കളറേഷനുള്ള എല്ലാ ഭാഗങ്ങളിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒപ്പം തന്നെ നമ്മുടെ പ്രൈവറ്റ് ഏരിയാസിൽ നമുക്ക് ഈ ഒരു സ്ക്രബ്ബർ ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത് ഉപയോഗിക്കുന്നത് ഈ ഒരു സ്പോട്ട്ലൈറ്റ് ക്രീമാണ്. ഈ ഒരു ക്രീം നമ്മൾ എല്ലാ ദിവസവും 2 നേരമാണ് ഉപയോഗിക്കേണ്ടത്. ഇതിനകത്ത് ലാക്റ്റിക് ആസിഡും റെറ്റനോളും ഒപ്പം തന്നെ നിയാസിനമൈഡ് പോലുള്ള ഇൻഗ്രീഡിയൻസും ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആ ഒരു ഡിസ്കളറേഷൻ ഒഴിവാക്കും. കൂടാതെ തന്നെ ഇതിനകത്ത് SPF 30യുടെ ഒരു സൺ പ്രൊട്ടക്ഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സണ്ണിൽ നിന്നുണ്ടാകുന്ന ഒരു ടാൻ ഒഴിവാക്കുന്നതിനും ഈ ഒരു ക്രീം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആവശ്യത്തിന് ഈ ഒരു ക്രീം എടുത്തതിന് ശേഷം നമ്മുടെ സ്കിന്നിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ള ഭാഗങ്ങളിലേക്ക് ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതങ്ങനെ ലീവ് ചെയ്ത് വിട്ടേക്കുക. നമ്മളത് തുടച്ച് കളയുകയോ കഴുകി ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത കാര്യം നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള നമ്മുടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നമ്മുടെ ജെനറ്റൽ ഏരിയാസ് എങ്ങനെയാണ് ഹൈജീനായിട്ട് വെക്കേണ്ടതെന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ അണ്ടർആമിൽ നമ്മുടെ ജെനറ്റൽ ഏരിയയിലേക്കുള്ള ഹെയർ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ബോഡി ഹെയർ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഫ്രിക്ഷൻ. അതായത് നമ്മുടെ സ്കിന്നും തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ടാകും. അതായത് ഉരയുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് ഇൻഫ്ലമേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മുടെ ജെനറ്റൽ ഏരിയയിലും അണ്ടർആമിലൊക്കെ ഹെയർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലെ ഹെയർ നമ്മൾ റിമൂവ് ചെയ്തില്ലെങ്കിലും പ്രോബ്ലം ഇല്ല. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ജെനറ്റൽ ഏരിയയും അണ്ടർആമൊക്കെ ഹൈജീനായിട്ട് കൊണ്ടുനടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹെയർ നമുക്കൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. നമ്മുടെ സ്കിന്നിന് അത് എപ്പോഴും ഹെൽപ്ഫുൾ ആണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ജെനറ്റൽ ഏരിയാസിൽ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസൊക്കെ നമ്മൾ കാണാറുണ്ട്. അതായത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജെനറ്റൽ ഏരിയാസ് നമ്മൾ പ്രോപ്പറായിട്ട് ഹൈജീനായിട്ട് കൊണ്ടുനടക്കുന്ന
ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന അണ്ടർവെയർ റെഗുലറായിട്ട് നമ്മൾ വാഷ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ വിയർക്കുന്ന ഭാഗങ്ങളിൽ ഒന്നാണ് നമ്മുടെ അണ്ടർ ആംസ് എന്ന് പറഞ്ഞ ജെനിറ്റൽ ഏരിയാസും. ഈ ഒരു വിയർപ്പ് അവിടെ ഇരുന്നിട്ട് നമ്മുടെ ഒരു സ്കിന്നിലെ ആ ഒരു ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസും ബാക്ടീരിയസൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ട് അവിടെ കൂടുതൽ ഇൻഫ്ലമേഷൻസും ഫംഗൽ ഇൻഫെക്ഷൻസും കാര്യങ്ങളും ഉണ്ടാകുന്നതിന് ഇത് കാരണമാകുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡെയിലി നമ്മുടെ അണ്ടർവെയറുകൾ നമ്മൾ പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് യൂസ് ചെയ്യണം. അതുകൂടാണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരം അണ്ടർവെയറൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്തുകൾ മാത്രം ഉപയോഗിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഫ്രിക്ഷൻ, അതായത് നമ്മുടെ ഹാർഡായിട്ടുള്ള ക്ലോത്താണ് നമ്മൾ ആ ഒരു ഭാഗങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ ഫ്രിക്ഷന് കാരണമാവുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കിന്നിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതിനും സ്കിൻസ് കൂടുതലായിട്ട് ഡെഡ് ആവുന്നതും അതിൻ്റെ ഭാഗമായിട്ട് കൂടുതലായിട്ട് നമ്മുടെ സ്കിന്നിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതിന് കാരണമാവും. അതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്തിൻ്റെ അണ്ടർവെയറുകൾ നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പല സോപ്പും നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ കൂടുതലായിട്ടുള്ള ഇൻഫ്ലമേഷൻസും പലതരത്തിലുള്ള ഇറിറ്റേഷൻസും ഉണ്ടാക്കുന്ന സോപ്പുകളാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ജെനിറ്റൽ ഏരിയാസ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി സോപ്പിന് പകരം പലതരത്തിലുള്ള ലിക്വിഡ്സും കാര്യങ്ങളൊക്കെ മെഡിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആണ്. നമുക്ക് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറയാനും ചോദിക്കാനും മടിയായതുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്നും അന്വേഷിക്കാത്തത് തന്നെ. ഒപ്പം തന്നെ നമ്മൾ ഒത്തിരി ടൈറ്റ് ആയിട്ടുള്ള അണ്ടർവെയർ യൂസ് ചെയ്യാതിരിക്കുക. നമ്മൾ വീടുകളിൽ ഇരിക്കുന്ന സമയത്ത് കൂടുതലും അണ്ടർവെയറുകൾ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതുകൊണ്ട് തന്നെ നമ്മൾ സ്കിന്നിന് ബ്രീത്ത് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ ഇൻറ്റിമേറ്റ് ഭാഗങ്ങളിൽ നമ്മുടെ ജെനിറ്റൽ ഏരിയാസൊക്കെ ഒത്തിരി ഹെൽത്തി ആയിട്ടിരിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നമ്മുടെ പേഴ്സണൽ ഹൈജീനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് മാത്രമല്ല, ഇത് കൂടാണ്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്, കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ സൻഫയുടെ ക്രീമിൻ്റെയും ആ ഒരു സ്ക്രബിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അതുകൂടാണ്ട് തന്നെ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു ഹെയർ വെട്ടാനുള്ളൊരു പ്ലാൻ ഉണ്ടെന്ന്. കഴിഞ്ഞ ജനുവരിയിലാണ് മുടി വെട്ടിയത്. ഇപ്പം ഹെയറിൻ്റെ ലെങ്ത് അത്യാവശ്യം ആയിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഒരു പുതിയൊരു ഹെയർ സ്റ്റൈൽ, ഒരു ഹെയർ കട്ടിങ് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം. അപ്പോൾ തുടർന്ന് വരുന്ന വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരുമ്പോൾ അത് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ കാണാം. ബൈ.